ഇനി വളരെ കുറച്ച് 2-3 ചോദ്യങ്ങളുടെ അവസരമുണ്ട്. ചോദ്യങ്ങളാണ്, ചോദ്യങ്ങൾ മാത്രം. ഇവിടെ ഒന്നും സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, കവി ആന്തരികമായിട്ടൊരു വിശുദ്ധത്തെ തേടുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ തേടുന്നു എന്ന് പറഞ്ഞല്ലോ. 2 കാര്യങ്ങളാണ് എനിക്കത് വളരെ സ്ട്രൈക്കായിട്ട് തോന്നിയത്. ഒരു താതാത്മ്യം തോന്നി, പിന്നെ കവി ചകിതനാണെന്ന് പറഞ്ഞു, ഭയമുള്ളവനാണ്, എല്ലാവരും ഭയമുണ്ട്, കവിക്കുമുണ്ട് എന്ന് പറഞ്ഞു. അതേസമയം തന്നെ ആന്തരികമായിട്ടൊരു വിശുദ്ധം തേടുമ്പോൾ തന്നെ കവി ആന്തരികമായിട്ടൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കവിത എന്ന് പറയുമ്പോൾ, കവി എന്ന് പറയുമ്പോൾ, കവിത എന്ന് പറയുന്ന പ്രക്രിയ തന്നെ ആന്തരികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണ് കവിയുടെ. അതേസമയം സാറ് പറഞ്ഞതും ശരിയാണ്, സ്വാതന്ത്ര്യത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സ്വാതന്ത്ര്യത്തെ എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കവിയായിട്ട് നിലനിൽക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇത് രണ്ടും ഒരേ സമയം നടക്കുന്നുണ്ട്. ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അബ്സല്യൂട്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപനവും കവി മനസ്സിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവി ആന്തരിക മനസ്സിൽ ചകിതനാണെന്ന് പറയുന്നതും ശരിയാണ്, 100% ശരിയാണ്. അതേസമയം തന്നെ കവി ഒരു ധൈര്യം, പ്രപഞ്ചത്തെ കാണുന്ന ഒരു വഴിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു സത്ത മനസ്സിലാക്കിയ ഒരാളെ പോലെ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനെ പോലെ, സ്പേസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ പോലെ കവി ഒരു ധൈര്യവും സ്വരൂപിക്കുന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ചോദ്യം. നല്ലൊരു വ്യക്തിയാണ്. അതിൽ തന്നെ പറഞ്ഞു, ഭയകവിതനാണ് അല്ലെങ്കിൽ ഭയഗ്രസ്തരാണ്. കവി മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന എല്ലാവരും, എല്ലാ മനുഷ്യരും, സകല ജീവജാലങ്ങളും മനുഷ്യന്റെ സമ്പർക്കം കൊണ്ട് വൃക്ഷങ്ങൾ പോലും ഭയകവിതരായിട്ട് നിൽക്കുന്നത്. എപ്പോഴാണ് മഴ വരുന്നതെന്നുള്ള ഭയം മരങ്ങൾക്കില്ലെന്ന് പറയാൻ പറ്റില്ല. വെടി വരുന്ന എപ്പോഴാണ് ഉള്ള ഭയം പക്ഷികൾക്കില്ലെന്ന് പറയാൻ പറ്റില്ല. വല വീഴുന്നത് ഇങ്ങനെ അങ്ങനെ ഒരു ഭയത്തിൻ്റെ സാർവലൗകികമായ ജീവിതാവബോധത്തിൻ്റെ നിഷേധിക്കാനാവാത്ത ഭാഗമാണ്. പക്ഷെ അതോടൊപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിജീവനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഭയത്തെ അതിജീവിക്കുന്നതിനാണ് മനുഷ്യന്റെ പ്രവൃത്തികൾ, ചിന്തകൾ, ജീവജാലങ്ങളുടെ മുഴുവൻ ഓരോ നിമിഷത്തെയും വളർച്ച, പടർച്ച ഒക്കെ അതിജീവനത്തിനുള്ള ഒരു സമരമുണ്ട്. ഇപ്പം ജീവിതം ഒന്നാകത്തിന് ഒരു സ്ട്രഗിളാണ്, ഒരു സമരമാണ്. അവിടെയാണ് ജാഗ്രതയും നമ്മുടെ ജ്ഞാനവും ഒക്കെ ഉള്ളത്. ഈ വളർച്ചയ്ക്ക് വേണ്ടുന്ന വളത്തിൽ ഒരു പ്രധാനപ്പെട്ട വളം നാം വീണ്ടെടുക്കേണ്ട ജ്ഞാനം തന്നെയാണ്. അത് മനുഷ്യ ഒരു ഫോക്ക് കാലഘട്ടത്തിൽ നിന്ന് നാടോടി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തെളിമ, അറിവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ അതുല്യമാണ്. അത്തരം തെളിഞ്ഞുള്ള അറിവ് പലപ്പോഴും പിന്നെ കലങ്ങിപ്പോവാണ് ഇത്. ഇപ്പോൾ കലങ്ങിപ്പോയ വിസ്തത്തിൽ നിന്ന് തെളിഞ്ഞുള്ള ജ്ഞാനത്തെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി കവികൾ, സൃഷ്ടിപരമായി ജോലി ചെയ്യുന്ന ആരും, ഇപ്പോൾ കൃഷ്ണനാർ പറഞ്ഞാൽ പ്രസംഗം പോലും ഒരു സർഗാത്മക പ്രവർത്തനമാണ്. അതിലൂടെ നമുക്ക് ഈ വിസ്തത്തിന്റെ വീണ്ടെടുപ്പുണ്ടാവും. കഥയിലൂടെയുണ്ട്, നോവലിലൂടെയുണ്ട്. ഒരു ഏത് മനുഷ്യപ്രവൃത്തിക്കും സർഗാത്മകതയുടേതായ ഒരു മാനമുണ്ട്. അതിലൂടെ അയാൾ ചെയ്യുന്നത് ഈ ജ്ഞാനത്തെ സ്പർശിക്കുകയോ വീണ്ടെടുത്ത് വരികയോ അതുമായി സാമ്യം പ്രാപിക്കുകയാണ്. ഇത് ചില കവിതകളൊന്നും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ചില കവിതകൾ ഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. എങ്കിലും ഉടനീളം ഇത്തരം ഒരു സംഗതിയുണ്ട്, ഭയമുണ്ട്, വേദന, ദുഃഖമുണ്ട്. ദുഃഖത്തെ അതിജീവിക്കാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ AR രാജരാജവർമ്മ മരിച്ചപ്പോൾ കുമാരനാശനോട് അന്നത്തെ പത്രകാരന്മാരെ പറഞ്ഞു, നിങ്ങളുടെ ആത്മമിത്രം മരിച്ചുപോയി, ഒരു ചരമശ്ലോകം വേണമെന്ന് പറഞ്ഞു. ആശാൻ പറഞ്ഞു, ഒരു വരി എഴുതാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാലത്തെ ഇയാളുടെ രാജരാജവർമ്മയായിട്ടുള്ള സ്നേഹം ഒരു നാട്യം മാത്രമായിരുന്നു എന്ന് അവർ തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അനുഭവം ഉണ്ടാകുന്ന ആ നിമിഷം കവിത ഉണ്ടാവില്ല. അത് കവിത ഉണ്ടാവണമെങ്കിൽ അതിന് അനുഭവത്തിൽ നിന്ന് ഈ കവിത എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് ഒരു ഈസ്തറ്റിക് ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു സൗന്ദര്യാത്മകമായ അകലം എന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ ചില അനുഭവങ്ങൾ പെട്ടെന്ന് ആ അകലത്തെ താണ്ടിപ്പോകുന്നതാണ്. പക്ഷെ അങ്ങനെ ആ ഈസ്തറ്റിക് ഡിസ്റ്റൻസിന് ശേഷം കുമാരനാശൻ എഴുതിയതാണ് പ്രചോദനം എന്ന് പറഞ്ഞ കവിത. അത് വിലാപകാവ്യമാണ്.
അത് സകലതിൻ്റെയും മരണത്തെ കുറിക്കുന്ന, വിനാശത്തെ കുറിക്കുന്ന, നിലനിൽപ്പിന്റെ ആത്യന്തികമായ അന്ത്യത്തെ കുറിക്കുന്ന ഒരു മഹാദർശനമാണ് കുമാരനാശാൻ പ്രരോധനത്തിലൂടെ കാണിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തെ ഏറ്റവും നല്ല 4 വിലാപകവികൾ എടുത്താൽ അതിലൊന്ന് പ്രരോധനമായിരിക്കും. അപ്പം പാവപ്പെട്ട ഈ മലയാള ഭാഷയിലായതുകൊണ്ടാണ് നമ്മൾ ഷെല്ലിയുടെ ഹീറ്റ്സ് മെച്ചപ്പോൾ ഷെല്ലി എഴുതിയ അഡോണീസ് പോലുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ മിൽട്ടന്റെ വിലാപകവി, ഇങ്ങനെ ചിലതിനെ പറ്റിയൊക്കെ വളരെ വായിച്ച് പറയും. പക്ഷെ പ്രരോധനത്തിൽ കാണുന്ന ഈ വിശ്വവ്യാപ്തിയുള്ള ആ ജീവിത ദർശനം പറഞ്ഞ പ്രപഞ്ച ദർശനം എന്ന് പറയുന്നത് ഓരോ അണുവിൻ്റെയും ഉദയാസ്തമയങ്ങൾ വിവരിക്കുന്ന ഒരു കവിതയും ലോകത്ത് വേറെ ഇല്ല ഈ പ്രരോധനം അല്ലാതെ. അത് പഞ്ചാരി മേള കേൾക്കുന്ന പോലെയാണ്. ആ പ്രരോധനത്തിലെ ശ്ലോകത്തിൻ്റെതായ താളം തന്നെ പ്രത്യേകം പഠിക്കേണ്ടതാണ്. ഓരോ വാക്കും ഈ പറയുന്ന അതിജീവനത്തിൻ്റെതായ കുതിപ്പുകളാണ്. ഈ ഏറ്റവും വലിയ വിലാപം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലയം കൂടിയാണ്. ടാഗോർ 26 വയസ്സുള്ളപ്പോൾ ഭാര്യ മരിച്ചുപോയി. അപ്പോൾ ടാഗോർ വിലാപകാവ്യം എഴുതിയില്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, എല്ലാവർക്കും സന്തോഷമായി, ഇയാൾക്ക് ഇനി ലോകത്തെ ഒരു ഗംഭീരമായ വിലാപകാവ്യം ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചു. ടാഗോറിന് അന്ന് ഒന്നും എഴുതാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുതി. പ്രതിനിധി എന്നാണ് അതിൻ്റെ പേര്. അത് 10 വരിയേ ഉള്ളൂ. അതിൽ അദ്ദേഹം പറയുന്നത്, നീ മരിച്ചുപോയി, പക്ഷെ എനിക്ക് പറഞ്ഞുണ്ട്, ശ്യാമളയാം ഇളയായി നീ പ്രേമാമോർ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഭൂമിയെ പോലെ നീ എനിക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ സർവ്വവ്യാപിയായി എവിടേക്ക് പോകണമെങ്കിലും, എന്തിൽ തുടങ്ങണമെങ്കിലും, എവിടെ ഇരിക്കണമെങ്കിലും, എവിടെ ഉറങ്ങണമെങ്കിലും എപ്പോഴും നിന്നിൽ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ എൻ്റെ 2 കണ്ണിലൂടെ നാം രണ്ടുപേരുടെയും കാഴ്ച കാണുന്നു. ഞാൻ എൻ്റെ നാവിലൂടെ നാം രണ്ടുപേരും പറയാനും പാടാനുമുള്ളത് പാടുന്നു. നിന്റെ മരണത്തോടുകൂടി നമ്മൾ അകന്നു പോവുകയല്ല, നമ്മൾ ഒന്നായി ഒരു സ്പിരിച്വൽ യൂണിഫിക്കേഷൻ, ഒരു ആത്മീയമായ ഒരു ഐക്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇത് ദുഃഖത്തെ അതിജീവിക്കുന്ന ഒരു വലിയ പ്രതിഭയുടെ വിലാപമാണ്. കുമാരനാശാൻ ആ ഗണത്തിൽപ്പെട്ട ഒരു കവിയാണ്. ഇനി മറ്റൊന്ന് വെച്ചാൽ ആ എഴുത്തച്ഛൻ്റെ ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ ടാഗോറിൻ്റെ പുതുമഴ എന്ന് പറഞ്ഞൊരു കവിതയിലെ ഒരു ഭാഗമുണ്ട്. അതിൽ പേടിയെ സംബന്ധിക്കുന്ന ഒരു സമയം. നമ്മൾ പേടിയാണെന്ന് വിചാരിക്കാത്ത ചിലത് ഭയമാണ്, മറവിയാണെന്ന് വിചാരിക്കാത്ത ചിലത് മറവിയാണ്. പുതുമഴയിൽ പറയുന്നുണ്ട്, മത്തമയൂരം പോലിന്നങ്കരൽ നൃത്തം ചെയ്യുന്നു, ആഹാ നൃത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കവിതയില് ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ, ആരാറ്റരിയ പുല്ലിന്തകിടിയിൽ നീരാമല വസന, ആരാറ്റരിയ പുല്ലിന്തകിടിയിൽ നീരാമല വസന, ആര് ദൂരെ നഭസ്ഥൽ നിരീക്ഷിക്കുന്നു സ്ഥിരനയന. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആരാണ് ആറ്റിൻ്റെ കരയില് പുൽത്തകിടിയിലിരുന്ന് ആര് ദൂരെ നിരീക്ഷിക്കുന്നു? നഭസിൽ, വളരെ ദൂരത്തിൽ, ആകാശത്തിൽ എവിടെയോ ആരോ സ്ഥിരനയന, ഇമ വെട്ടാതെ അങ്ങനെ നോക്കിയിരിക്കുന്നു. ആരെ ദൂരെ നിരീക്ഷിക്കുന്നു നഭസിൽ സ്ഥിരനയന, കുടമൊഴുകി പോകുന്നത് കാണാതെ അമരുന്നു ലലന. കുടമൊഴുകി വെള്ളമൊഴുകാൻ വന്നതാണ്. അവിടെ ഇരുന്നപ്പോൾ കാമുകനെ പറ്റിയുള്ള ഓർമ്മ വരുന്നു. ഈ മഴയുടേതായ ഒരു വലിയ സംഗീതമുണ്ട്. നർത്തമയൂരം പോലെയുള്ള എൻ്റെ ഈ മനസ്സും അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഈ പ്രത്യേക നിമിഷത്തിൽ അവൾ അതിലങ്ങനെ ലയിച്ചു പോവുകയാണ്. ഇവർക്ക് അങ്ങനെ കുടമൊഴുകി പോകുന്നത് കാണാതെ അമരുന്നു ലലന എന്ന് വെച്ചാൽ സുന്ദരിക്കുട്ടി. അവൾ യഥാർത്ഥത്തിൽ മറവിയിലൂടെ ആ കുടം പോയതിൻ്റെതായ ഒരു വേദനയിൽ അടുത്ത തുടർന്നങ്ങോട്ട് ഈ പേടിയുടേതായ ഒരു വലിയ തീവ്രാനുഭവത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ വീണ്ടും മഴയെ തന്നെ വീണ്ടും ചരണം പ്രാപിക്കുന്നുണ്ട്. അവിടെ മഴ എന്ന് പറയുന്നത് അതിജീവനത്തിൻ്റെയും വിജയത്തിൻ്റെയും കുളിർമയുടേതായ ഒരു ആനന്ദമാണ്. ഒരു ഒറ്റ ഇമേജിനെ തന്നെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുടെയും അനുഭവങ്ങളുടെ അടരുകളുടെയുമായ തുറസുകളാക്കി മാറ്റുന്ന വലിയ മാന്ത്രിക ശക്തിയുള്ള കവിതകളായിരുന്നു വിജയത്തിൻ്റെ ടാഗോറിൻ്റെത്. തത്തുല്യമായ മാന്ത്രിക ശക്തി കുമാരനാശാൻ്റെ കവിതയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഭയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഭയത്തെ അതിജീവിക്കാനുള്ള ശേഷി, പേടി മറവി ഉണ്ടായിരുന്നു വെച്ചാൽ ഏറ്റവും വലിയ ഓർമ്മശക്തിയാണ് പലപ്പോഴും മറവി എന്ന് പറയുന്നത്. അവിടെ ഓർമ്മിച്ചിരിക്കുന്നത് കുടത്തിൻ്റെയും മഴയുടെയും പുഴയുടെയും ഒക്കെ കാര്യം മറന്നുപോയി. ഇഷ്ടപ്പെട്ടതിനെ പറ്റിയുള്ള ഓർമ്മ എന്ന് പറയുന്നത് വലിയൊരു ഓർമ്മയിലാണ് ഈ കുടത്തിൻ്റെ ചെറിയ കാര്യം. അപ്പോൾ കാമുകനാണോ കുടമാണോ വലുതെന്ന് വേണമെങ്കിൽ ഒരാൾക്ക് തിരിഞ്ഞു വയ്ക്കാം. പക്ഷെ ഞാൻ അവളുടെ പക്ഷത്താണ്. കാരണം അവള് ഓർക്കേണ്ടതാണ് ഓർത്തത്. അല്ലാതെ
എവിടെ പോയാലും കുടം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അതാണ്. എൻ്റെ പേര് ധീരാണെന്നാണ്. മാഷോട് ചോദിക്കേണ്ട ചോദ്യമാണോ എന്ന് കൃത്യതയില്ല. ഇടശ്ശേരിയെ കോട്ട് ചെയ്ത് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് കുറ്റിപ്പുറം പാലം എനിക്ക് ഉള്ള ഒരു സംശയമാണ്. 50കളുടെ ആരംഭത്തിലാണ് കുറ്റിപ്പുറം പാലം എഴുതിയതെന്നാണ് എൻ്റെ വിചാരം. അതുവരെ കുറ്റിപ്പുറം പാലം എഴുതുന്ന അതേ കാലത്താണ് ഐക്യകേരള പ്രസ്ഥാനം എഴുതുന്നതും കേരളം രൂപം കൊള്ളുന്നതും. മൂന്നായി നിന്ന് കിടന്ന മലയാളിയെ ഒന്നിപ്പിച്ചത്, കണക്ട് ചെയ്തത് പാലമാണ്. കണക്ടിവിറ്റി മലയാളിയെ ഒന്നിപ്പിച്ചു. പിന്നീട് ഇതേ കണക്ടിവിറ്റി ലോകത്തെ ഒന്നിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ ന്യൂയോർക്കിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിലോ ഒക്കെ മലയാളികളുടെ സമ്മേളനം നടക്കുമ്പോൾ അവിടെയും വിമാനത്തിൽ പറന്നു ചെന്ന് നാം കുറ്റിപ്പുറം പാലം ചൊല്ലും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മഹാകവിയായ ഇടശ്ശേരിയുടെ അന്നത്തെ ദാർശനിക വ്യഥ എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ ഒട്ടി നിൽക്കുന്ന ഒരു നമ്മൾ പറയുന്ന എന്താ പറയുക, ഗൃഹാതുരത എന്നോ നാഗരികത വികാസത്തോടുള്ള വിഭ്രാന്തി എന്നോ പറയാവുന്ന ചില തരങ്ങൾ കൂടിയില്ലേ. അതിപ്പോഴും കവികൾക്കിടയിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു പൊളിറ്റിക്കൽ ഡൊമൈനിൽ സംസ്കാരത്തെ കൃത്യമായി കൊളോണിയൽ എന്നോ സാമ്രാജ്യത്വ മൂല്യങ്ങൾ എന്നോ പറയുന്നത് ഈ ടെക്നോളജിയുമായി മാത്രം കണക്ട് ചെയ്ത് വെക്കുന്നതോട് സംഭവിക്കുന്ന ഒരു പ്രശ്നമില്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, കുറ്റിപ്പുറം പാലം എന്ന് പറയുന്നത് അതിൻ്റെ വിശാലമായ വിപുലമായ അർത്ഥമാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാത്തരം കണക്ടിവിറ്റിയും. ആ കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലോകത്തിലേക്ക് ഇപ്പോൾ സഞ്ചരിക്കുകയും കുറ്റിപ്പുറം പാലം പാടുകയും ചെയ്യുന്നത് തോന്നുന്നു. എനിക്ക് മാഷ് റഫർ ചെയ്തുകൊണ്ട് ഞാൻ മാഷ് ചോദിച്ചു പോകാം. കവിതയിലെ എടശ്ശേരിയുടെ നിലപാട് വളരെ ശരിയാണെന്നാണ് എൻ്റെ പക്ഷം. കാരണം എടശ്ശേരി കുറ്റിപ്പുറം പാലത്തിനെതിരല്ല. ഈ പാലത്തിലേറെയൊന്നും താഴേക്ക് നോക്കുമ്പോൾ ഈ പാലത്തെ നാട്ടം വീഴുന്ന നിലയിലേക്ക് നമുക്ക് പണ്ട് നിരന്തര വിഘാതം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു സാന്നിധ്യത്തെ പുഴയെ നമുക്ക് സർപ്പാസ് ചെയ്യാൻ, നമുക്ക് കടന്നു പോകാൻ കഴിയുന്നു എന്ന് പറയുന്ന മനുഷ്യൻ്റെതായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പാത ആ ഈ പാലം മാറുന്നു എന്നുള്ളത് വളരെ വളരെ അദ്ദേഹം ആഘോഷിക്കുന്നുണ്ട്. പൊന്മയും കരിന്തൊക്കെ പാറിയിരുന്ന ഉയരത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പാലത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. ഈ തോന്നലും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ഹ്യൂമനിസം ഉണ്ട്. അത് ആ ഹ്യൂമനിസത്തിൻ്റെ ഉയർന്ന രൂപമാണ് കവിതയുടെ അവസാനത്തിൽ ഈ പ്രകൃതിയെ മുഴുവനും നശിപ്പിച്ച പരിസ്ഥിതി വിനാശം ഉണ്ടാക്കുന്ന വികസന ആവിഷ്കാരങ്ങളാണ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യർ സൃഷ്ടിക്കുന്നതെങ്കിൽ അതാണ് ചിരിയും കരച്ചിലും കഴിയും മനുഷ്യനും യന്ത്രമായാൽ അമ്പവാര പേരാറെ മാറിപ്പോകുമോ നീ ആകുലമായി ഒരഴുക്കുചാലായി എന്ന് എടശ്ശേരി ചോദിക്കുന്നുണ്ട്. അവിടെ എടശ്ശേരി വികസനത്തെ സംബന്ധിച്ചുള്ള എടശ്ശേരിയുടെ ധാർമ്മികമായ സംശയങ്ങളുണ്ട്. പ്രകൃതിയെ നമ്മൾ തോൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, നമുക്ക് അനുകൂലമാക്കി എടുക്കണം. അപ്പം മനുഷ്യൻ പ്രകൃതിയോട് പോരാടി എന്ന് പറയുന്നുണ്ട്. അതിൽ പരം ഹിംസാത്മകമായ ഒരു ഫാസിസ്റ്റ് നിലപാടില്ല. നമുക്ക് പ്രകൃതിയോടൊന്നും പോരാടാൻ പറ്റില്ല. നമുക്ക് വെളിയിലുള്ള ഒരു സാധനമല്ല, നമ്മളും കൂടിയാണ് പ്രകൃതി. ആ കാഴ്ച വരുമ്പോഴേ നമ്മൾ നേരെയാവുള്ളൂ, ബാലൻസ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് അന്യമായ ഒന്നിനെ പ്രകൃതിയിൽ വിളിക്കുമ്പോൾ ഞാൻ വളരെ കേമനും ശുദ്ധനും യോഗ്യനും നീ പ്രകൃതി പ്രാകൃതൻ എന്നല്ല, മറിച്ച് ഈ കോശങ്ങൾ പ്രകൃതിയാണ്, ഈ ശബ്ദം, ഇത് ഭാഷ ഒക്കെയും പ്രകൃതിയാണ്. പ്രകൃതിയിൽ നിന്നുകൊണ്ടാണ് സ്വയം വിമർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുഞ്ഞരാമനായരും എടശ്ശേരിയും വൈലോപ്പള്ളിയും ഒക്കെ എല്ലാ നല്ല പാരിസ്ഥിതിക വിമർശന കവിതകളും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ സാങ്കേതിക വിദ്യയ്ക്ക് പലപ്പോഴും നമ്മൾ സാങ്കേതിക വിദ്യയുടെ ഭാഗമല്ല. പക്ഷെ സാങ്കേതിക വിദ്യ വളരെ പെട്ടെന്ന് നിയമാവലിയൊക്കെ പോലെ തന്നെ കരിനിയമമൊക്കെ പോലെ തന്നെ മനുഷ്യത്വത്തിനും സംസ്കാരത്തിനും മൂല്യവ്യവസ്ഥയ്ക്കും ഒക്കെ എതിരാവും. അതുകൊണ്ട് സാങ്കേതിക വിദ്യയെ സൂക്ഷിക്കണം. അതിന് തോക്കായിട്ട് മാറാനും ബോംബായിട്ട് മാറാനും സർവ്വസംഹാരിയായി മാറാനും കഴിയുന്ന തരത്തിൽ ഉള്ള ഒരു വശമുണ്ട്. നെഗറ്റീവ് ഫാക്കൽറ്റി സാങ്കേതിക വിദ്യയിൽ വളരെ കൂടുതലാണ്. കൺവീനിയൻസ് ഉണ്ടാവും, പക്ഷെ അതേ സമയത്ത് തന്നെ അനിഹിലേഷനും ഹിംസയും ഉണ്ടാവും. അപ്പം നമുക്ക് ഇവിടെ നിർത്താൻ പോവാം, സമയമായി. അപ്പം അവിടെ എത്താൻ പോകുന്ന സമയമായി.
ഞാൻ വന്ന വണ്ടി ബൈക്കോണായി ഇപ്പോൾ ഞാൻ ഒത്തിരി വൈകിയത് അപ്പോൾ ആ കളിയിലിരുന്ന് കേൾക്കുകയായിരുന്നു. ഞാൻ കവിതയുടെ പൊതുവായിട്ടൊരു കാര്യം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട കാരണം, അതായത് ഇപ്പോൾ സാധാരണ എഡിറ്റേഴ്സോ ഒന്നും വേണ്ടാത്ത ഒരു കാലത്താണ് കവിതയ്ക്ക്. ഇപ്പോൾ വസന്തമാക്കൾ വളരെ കവികൾ കൂടി കവിതയിലുണ്ടായിരുന്നു. ഒരു എഞ്ചിനീയർ ആവുന്ന പോലെയും ഒരു ഡോക്ടർ ആവുന്ന പോലെയും ഒക്കെ ഒരു നല്ലോണം ഒരു കാവ്യാനുസരിലും കാവ്യാനുസന്ധനൊക്കെ വേണ്ട ഒരു കലയാണ് കവിത. അതിന് എത്ര ലാഘവബുദ്ധിയോടെയാണ് ഇന്ന് കവികൾ കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അത് ഇങ്ങനെ കവിതനെ ഒരു ദൂരബുദ്ധിയോടെ കാണേണ്ടാത്ത ഒരു കാലമാണോ? കാരണം എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നമ്മളെങ്ങനെ നേരിടും എന്നുള്ളതാണ്. ഇത്രയും കവിതയെ പറ്റി അത്രയും ഒരു ആവശ്യം നമ്മുടെ മനസ്സിൽ അത്രയും മാനസികം ഒക്കെ വേണ്ട ഒരു കലയാണല്ലോ. അതിനെ എത്രത്തോളം ഒരു ഒരു സിനിമയിൽ പാട്ട് എഴുതിയത് നമ്മൾ മഹാകവി, പിന്നെ ഒന്നും വേണ്ട, ആ ഗാനരചിതാവും കവിയും ഗാനരചിതാവായി, പിന്നെ എന്ത് എഴുതിയാലും മോൻ വലിയ മഹാനാണ്. അതാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം. ഇതിനെങ്ങനെ നേരിടും? മാത്രം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത അദ്ദേഹം ചോദിച്ച ചോദ്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ക്ഷമിക്കണം. അപ്പൊ എന്താണ് ചോദ്യം എന്ന് പറഞ്ഞാൽ ചോദ്യം കാവ്യാനുശീലനവും കവിതയിലുള്ള ഒരു കവികളുടെ മുട്ടാണ് ഇപ്പോൾ പ്രസാദകർ വേണ്ട, മാലക്കാർ വേണ്ടാത്ത കാലഘട്ടം. അത് അദ്ദേഹം പറഞ്ഞ ഒരു കാവ്യ സംസ്കാരത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് നിരന്തരമായി കവിത വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിനെപ്പറ്റി സംവാദങ്ങളിൽ ഏർപ്പെടുക. ഇങ്ങനെ കവിത തന്നെ സംസ്കാരമായി നമ്മൾ സ്വാംശീകരിക്കുന്നുണ്ട്. അതില്ലാതെ വെറുതെ 4 വരി എഴുതിയിട്ട് ഇങ്ങനെ കവി ചമഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പുതിയ പ്രയാസമില്ല. അതുകൊണ്ടാണ് പഴയ ആളുകൾ കവിയശ പ്രാപ്തികളിൽ തന്നെ ഒരു വിഭാഗത്തെ കളിയാക്കിയിരുന്നത്. കവി എന്നുള്ള കീർത്തി പ്രമിച്ച് നടക്കുന്നുണ്ട്. കീർത്തിയൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ കുമളയാണ്, അതൊക്കെ പോകും. എല്ലാം ഈ പുറമേന്ന് ചാർത്തുന്നത് എല്ലാം കുമളകളാണ്. നമ്മൾ വിചാരിച്ചു ഇതിൽ നിന്ന് ഞെളിയാവുന്നു, വെറുതെ ഒരു ശ്വാസം വിട്ടാൽ പോകുകയായിരുന്നു. ആത്യന്തികമായിട്ടുള്ളത് കവിതയിൽ കൊളുത്തി വെക്കുന്ന ഒരു സത്യമുണ്ട്, ഒരു അനുഭവ സത്യം, ജീവൻ എന്ന് പറയുന്നതാണ്. അത് മരിക്കില്ല. അതുകൊണ്ടാണ് വാക്കിന്റെ ചിരഞ്ജീവിത്വം എന്ന് പറയുന്നത് അതിലെ സത്യത്തിന്റെ സാന്നിധ്യമാണ്. നമ്മുടെ കാലത്ത് ആ സത്യത്തിന്റെ പേര് നീതി എന്നാണ്.